സൗമ്യം, ദീപ്തം, സംശുദ്ധം. കേവലം 3 വാക്കുകൾ മതി ഈ പൊതുപ്രവർത്തകന്റെ മഹത്വമറിയാൻ. കർമ്മപഥത്തിൽ കാലിടറാത്തൊരു ജനഹിത പാലന സമരഭടൻ. കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലും കോട്ടയത്തെ കുമ്മനം എന്ന ഉൾനാടൻ ഗ്രാമം അറിയപ്പെടുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ആദർശ ജീവിതത്തിനുള്ള സാക്ഷ്യപത്രമായി മാറുന്നു. ജീവിത വഴികളിൽ ഉടനീളം നേരും നന്മയും ലാളിത്യവും കാത്തുസൂക്ഷിച്ച സാധാരണക്കാരന്റെ സാരഥി കുമ്മനം രാജശേഖരൻ. ആദർശോത്സുക ജീവിത സരണിയിൽ അടിപതറാത്തൊരു നേതൃമുഖൻ. പതിറ്റാണ്ടുകളായി കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ശബ്ദമാണ് കുമ്മനം. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് നേരെ ഉയരുന്ന ഒരു വെല്ലുവിളിയും ചോദ്യം ചെയ്യപ്പെടാതെ പോകരുത് എന്ന കുമ്മനത്തിന്റെ നിശ്ചയദാർഢ്യം കേരളം പലവട്ടം കണ്ടു. നിലയ്ക്കൽ പ്രക്ഷോഭവും ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരവും എല്ലാം അണുവിട തെറ്റാത്ത നേതൃപാഠവത്തിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ മാത്രം. ചരിത്രത്താളിൽ കുറിച്ചു നിരവധി ജനകീയാശയ പ്രക്ഷോഭം നയിച്ച ധീര സതീർത്ഥ്യങ്ങാടി വെളിച്ചമാകും പ്രിയതോഴൻ. പരിസ്ഥിതി വിഷയങ്ങളിലും ജാതീയതയ്ക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള സമര പോരാട്ടങ്ങളിലും കുമ്മനം തന്റെ നേതൃശേഷി പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേരളം ഭാവിയിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെക്കുറിച്ച് അദ്ദേഹം തികഞ്ഞ ബോധവാനാണ്. അതുകൊണ്ടാണ് അന്നം, വെള്ളം, മണ്ണ്, തൊഴിൽ, തുല്യനീതി എന്നത് കുമ്മനം നയിച്ച വിമോചനയാത്രയ്ക്ക് മുദ്രാവാക്യമായത്. വേദാശ്വത്തിന്റെ ധമിതിലേറും സ്നേഹസനാതന യാത്ര. സ്നേഹസനാതന യാത്ര, ഇത് സ്നേഹസനാതന യാത്ര. വിശ്വസമൃദ്ധി വിളംബരമോടെ വില്ലുകുലയ്ക്കും യാത്ര. മാനവ ശാപ വിമോചന യാത്ര. ശാപ വിമോചന യാത്ര, മാനവ ശാപ വിമോചന യാത്ര. ഭൂരഹിതർക്ക് ഭൂമി വേണം, കിടക്കാനൊരിടം വേണം. മർദ്ദിതരും ചൂഷിതരും അതുപോലെ പീഡിതരുമായ ദുഃഖിതരുമായ ജനസമൂഹത്തിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ മനുഷ്യസ്നേഹികളുണ്ടാവും. ഈ പോരാട്ടം മനുഷ്യസ്നേഹികളുടെ പോരാട്ടം. കോട്ടയം CMS-ൽ നിന്ന് ബിരുദമെടുത്തതിന് ശേഷം പത്രപ്രവർത്തകനായി. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ജോലി ഉപേക്ഷിച്ച് 1987 RSSന്റെ മുഴുവൻ സമയ പ്രവർത്തകൻ. പിന്നീട് കേരളം കണ്ടറിഞ്ഞ, ജനങ്ങൾ അനുഭവിച്ച എത്രയോ സമര പോരാട്ടങ്ങൾ. നിലയ്ക്കൽ, മാറാട്, ഇളവൂർ, ആറന്മുള. നിലപാടുകളിലെ സത്യസന്ധതയും വിട്ടുവീഴ്ചയില്ലാത്ത ആദർശ ജീവിതവുമായി മാറിയ കാലത്തും കുമ്മനം വ്യത്യസ്തനാകുന്നു. ജനം ആഗ്രഹിക്കുന്നതും അത്തരമൊരു നേതാവിനെ തന്നെ.